പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈശോയുടെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്നത്തെ പഴയ നിയമ വായനയില് മോശയുടെ ചൈതന്യത്തിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് ദൈവം നിയോഗിച്ച 70 പേർക്ക് നൽകുകയാണ്. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. മോശ ദൈവത്തോട് വളരെ ശക്തമായിട്ട് പ്രതിഷേധിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം സംഗീത പുസ്തകം 11-ാം അധ്യായത്തിലുണ്ട്. ഒരു പശ്ചാത്തലം ഇതാണ്: ഇസ്രായേൽ മക്കൾക്ക് അവരുടെ കയ്യിലിരിപ്പ് മുഖാന്തരം തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലാതെ വന്നു. അവർ മോശയ്ക്കെതിരെ വെറുപെടുത്തു. പിന്നീട് കാണുന്ന വചനം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ കോപം ആളിക്കത്തി മോശയ്ക്ക് നീരസം ജനിച്ചു. അതാണ് ആദ്യം പറയുന്ന വാക്കുകൾ. ഇസ്രായേലിന്റെ തിന്മയ്ക്കെതിരെ ദൈവം പ്രവർത്തിക്കുന്നു. എന്നാൽ മോശയ്ക്ക് നീരസം ജനിച്ചത് തിന്മ പ്രവർത്തിച്ച ജനങ്ങളോടല്ല, മറിച്ച് ദൈവത്തോടാണ്. കാരണം തന്റെ ജനത്തിന് വിശന്ന് വലയുന്നു. അതുകൊണ്ടാണ്. അപ്പോഴാണ് ദൈവം അവർക്ക് ഭക്ഷിക്കാൻ കാടപ്പക്ഷിയും മഞ്ഞയും നൽകുന്നത്. വീണ്ടും മോശയുടെ പ്രാർത്ഥനയിൽ പറയുന്നൊരു ഭാഗം: എന്റെ ഈ ജനത്തിന്റെ ഭാരമെല്ലാം എന്റെ മേൽ ചുമത്തുന്നു. അതെ, ഇത് വളരെ എന്റെ കഴിവിന് അതീതമാണ്. മുലകുടിക്കുന്ന കുഞ്ഞിനെ രാത്രി എന്ന പോലെ മാറി വഹിച്ചുകൊണ്ട് പോകാൻ എന്നോട് പറയാൻ ഞാനാണ് അവരെയൊക്കെ ഗർഭം ധരിച്ചത്, ഞാനാണ് അവരെയൊക്കെ പ്രസവിച്ചു കൂട്ടിയത്. അതിന്റെ അവസാനം അദ്ദേഹം വല്ലാതൊരു ശിഷ്ടമായ നിഷ്കളങ്കതയോടെ പറയുന്ന കാര്യമുണ്ട്: ഇങ്ങനെയാണ് എന്നോട് വർദ്ധിക്കുന്നതെങ്കിൽ ദൈവം എന്നെ കൊന്നുകളാം, ഞാൻ ഈ കഷ്ടത കാണാതിരിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയാണ്. ഇത്രമാത്രം കൃത്യമായിട്ട് ഉള്ളിലിരിപ്പ് വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മോശയ്ക്ക് ദൈവം ഭാരം വഹിക്കുന്നതിന് സഹായിക നൽകുന്നത് മോശയുടെ മേലുള്ള ചൈതന്യം 70 പേർക്ക് വീതിച്ചു കൊടുത്തുകൊണ്ടാണ്. അതെ, മോശ ഒരു ഏകാധിപതിയെ പോലെ അല്ല പെരുമാറുന്നത്. മോശ തന്റെ ഉത്തരവാദിത്വം പങ്കുവെക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി നടക്കുവാൻ ഡിവിഷൻ ഓഫ് ലേബർ, ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് കൂടി ഭാഗിച്ചു കൊടുക്കുകയാണ്. അതിൽ ആരും അസൂയപ്പെടേണ്ട കാര്യമില്ല. നമുക്കറിയാം, ഈ പട്ടികയിൽപ്പെട്ടിരുന്ന വലുതാതും അവർ കൂടാരത്തിലായിരുന്നു, പുറത്തേക്ക് വന്നില്ല. അവരുടെ മേൽ ആത്മീയ ചൈതന്യം വന്നപ്പോൾ അനിതസാധാരണമായ ദൈവത്തിന്റെ ശക്തി അവരിൽ പ്രവർത്തനമായി അവർ പ്രവചിച്ചു. അത് കണ്ടപ്പോഴാണ് യോശുവ മോശയുടെ അടുത്ത് വന്ന് കിടക്കാൻ പറയുന്നത്: നീ എന്നെ പ്രതി അസൂയപ്പെടുത്തുമോ? എല്ലാവരും പ്രവചിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദാനങ്ങൾ എല്ലാവർക്കും കിട്ടണമെന്ന് നിഷ്കളങ്കമായി താൻ ആഗ്രഹിക്കുന്നു എന്ന് മോശ പറഞ്ഞുകൊണ്ട് യോശുവയെ തിരുത്തുകയാണ്. നോക്കുക, 2ാമത്തെ വായനയിലേക്ക് വന്നപ്പോൾ വീണ്ടും ദൈവാത്മാവിന്റെ പ്രവർത്തനം കുറച്ചുകൂടി വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടി സാവൂളിനെ ദുരാത്മാവ് ബാധിക്കുമ്പോൾ അവൻ ആശ്വാസം കൊടുക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ചൈതന്യത്തിൽ നിറവിൽ ആത്മാവിന്റെ ചൈതന്യത്തിൽ ജീവിക്കുന്ന ജസയുടെ പുത്രനായ ദാവീദിനെ വിളിച്ചുകൊണ്ട് വന്ന് കിന്നരം വായിക്കാൻ പറയുകയാണ്. കിന്നരം വായിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ സാവൂളിന് ദുരാത്മാവിന്റെ ഉപദ്രവത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ തിരുവചനത്തിൽ കേട്ടത്. അതെ, ദുരാത്മാവ് മനുഷ്യനെ പീഡിപ്പിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവന് സ്വർഗത്തിന്റെ ആശ്വാസം നൽകുന്നു. ഈ ഒരു ചിന്ത ശ്ലീഹായുടെ വചനങ്ങളിലേക്ക് വന്നപ്പോൾ വളരെ വ്യക്തമായി. ആത്മാവിൽ വർദ്ധിക്കുന്നവൻ ജഡത്തിന്റെ വ്യാപാരങ്ങളെ പരിപൂർണമായി ഉപേക്ഷിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഹൃദയത്തിൽ അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് അനുഭവമാക്കി കൊടുക്കുകയും ചെയ്യും. ലോകത്തിന്റെ ആത്മാവിനനുസരിച്ചല്ല അവർ വ്യാപരിക്കുന്നത്. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ കേട്ടു, ലോകത്തിന് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഈശോ പറഞ്ഞു. ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം.
ലോകം. യോഹന്നാൻ സുവിശേഷം 1:10 3 ലോകം പറയുന്നത്. മൂന്ന് അർത്ഥമാണ്. അവൻ ലോകത്തിലേക്ക് വന്നു, മനുഷ്യവർഗത്തിന്റെ ഇടയിലേക്ക് വന്നു. ലോകം അവൻ മൂലം ഉണ്ടായി, പ്രപഞ്ചം അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. ഈ മൂന്നാമത്തെ ലോകമാണ് ഉദ്ദേശിക്കുന്നത് തിന്മയുടെ ലോകം, തിന്മ പ്രവർത്തിക്കുന്ന ലോകം. തിന്മ പ്രവർത്തിക്കുന്ന ലോകം അവനെ അറിഞ്ഞില്ല. തിന്മ പ്രവർത്തിക്കുന്ന ലോകത്തിന് ആത്മാവിന്റെ ചൈതന്യത്താൽ നിറയുവാനോ ആത്മാവിനാൽ ആകർഷിക്കപ്പെടുവാനോ സാധിക്കുകയില്ല. തിന്മയുടെ ലോകത്തെ ചങ്ങമ്പുഴ കവി വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? തഞ്ചത്തിൽ കത്തിയൊലിക്കുന്ന മഞ്ചാടി ചെങ്കലിൽ കണ്ണുരുട്ടി പാടും വിശാലികൻ പൂമാല ചാർത്തുന്ന മൂഢപ്രപഞ്ചമേ. കണ്ടോ? കത്തിയൊലിക്കുന്ന മഞ്ചാടി ചെങ്കലിൽ കണ്ണുരുട്ടി ഭയങ്കര ആകർഷണത്തോട് ആ തിന്മയ്ക്ക് വശമതരാകുന്നവര് പൈശാചികമായിട്ടുള്ള ഈ ആകർഷണത്തിന് വിധേയരായി തീരുകയാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ സ്വീകരിക്കുവാനോ ആത്മാവിന്റെ ഫലങ്ങളോ ദാനങ്ങളോ അനുഭവിച്ചറിഞ്ഞ് ഈ തിന്മയുടെ ലോകത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാനോ സാധിക്കുകയില്ലെന്നുള്ള സത്യം വ്യക്തമായിട്ട് ശ്ലീഹ പഠിപ്പിക്കുന്നു. ഇക്കാര്യം തന്നെയാണ് ഈശോ ശിഷ്യരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർക്ക് ആത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരെ പഠിപ്പിക്കുന്നത്. നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല. ഇതിനർത്ഥം എന്താണ്? ഈശോ പറഞ്ഞിട്ടുണ്ട്, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഈ സഭയുടെ യുഗം പരിശുദ്ധ ഊഹായുടെ യുഗമാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുന്ന ആളുകൾക്ക് തിന്മയെ പൂർണ്ണമായിട്ട് പരിവർത്തിക്കാൻ സാധിക്കും. ദൈവത്തിന്റെ വചനം പാലിക്കാൻ സാധിക്കും. വചനം പാലിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളില് ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഭൂമിക്കാൻ സാധിക്കും. വത്തിക്കാൻ കൗൺസിൽ ആധുനിക ലോകത്തിൽ പറയുന്ന ഒരു ചെറിയ ചിന്ത, നിങ്ങളുടെ മനസാക്ഷിയുടെ ഉള്ളറകളിൽ നിങ്ങൾ ശ്രമിക്കുന്ന ആ സ്വരം ദൈവത്തിന്റെ സ്വരമാണ്. ആ സ്വരത്തിൽ ദൈവത്തോടുകൂടി ഒന്നായി തീരുക. അപ്പൊ മനസാക്ഷിയുടെ ഉള്ളറകളിൽ ശ്രമിക്കുന്ന ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പാലിക്കാൻ സാധിക്കുമ്പോഴാണ്. അതുവഴിയായിട്ട് നമുക്കുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുകയാണ്. അതുകൊണ്ടാണ് ശ്രീഹ പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദൈവത്തിന്റെ ആലയം അശുദ്ധമാക്കുന്നവനാരോ അവനെ ദൈവം നശിപ്പിക്കും. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തെ പരിശുദ്ധമായി വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധനാണ് ആരാണ്? വിശുദ്ധൻ ഡൊമിനിക് സാവിയോ. ഡൊമിനിക് സാവിയോ ക്ലാസ്സിൽ നമ്മുടെ ഡോൺ ബോസ്കോയുടെ ഓണറിയിൽ പഠനം വെച്ചാണ്. ഒരിക്കലും ക്ലാസ്സിൽ കുട്ടികൾ ചീത്ത പടങ്ങളിലാണ്. അപ്പൊ അവന്റെ അടുക്കലേക്ക് വന്നപ്പോഴേ ആ പടം മേടിച്ചിട്ട് കുരുവിനെ വന്നിച്ചിരിക്കുന്നത്. എന്നിട്ട് കൂട്ടുകാരൻ പറയുകയാണ്, കൂട്ടുകാരെ, കണ്ണുകൾ ജീവിതത്തിന്റെ ജനാലകളാണ്. ഒന്നുകിൽ അത് അന്ധകാരത്തിൽ ഒരു പുകയോ പ്രകാശത്തിൽ ഒരു മാലാഖയോ കാണിച്ചു തരുന്നു. ഇപ്പൊ കണ്ണുകൾ കൊണ്ട് പ്രകാശത്തിന്റെ മാലാഖയെ കാണാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഈ ചിന്തയാണ് കൊച്ചു വിശുദ്ധൻ കൂട്ടുകാർക്ക് പകർന്നു നൽകുന്നത്. ഹൃദയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുക. 4-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട മനോഹരമായ ഒരു പുസ്തകമാണ് ലീബർ രാവ് അഥവാ ബുക്ക് ഓഫ് സ്റ്റഡീസ് അഥവാ സോപാനം. ഈ പുസ്തകത്തിന്റെ 12ാമത്തെ മെമ്മറായി പറയുന്ന 3 പള്ളികളെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. സ്വർഗത്തിലെ പള്ളി. സ്വർഗത്തിലെ പള്ളിയില് ദൈവത്തെ മലാഖമാർ പരിശുദ്ധൻ പാടിക്കൊടുക്കുകയാണ്. മലാഖമാരോടൊപ്പം ചെയ്യുവാൻ തക്കവണ്ണമുള്ള ജീവിത വിശുദ്ധിയുള്ള ആൾക്കാർ, വിശുദ്ധരായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഭൂമിയിലെ പള്ളി. എന്താണ് ഭൂമിയിലെ പള്ളി? ഇവിടുത്തെ മണിയൻകുളത്ത് നമ്മൾ ഇരിക്കുന്ന ഈ പള്ളി ഭൂമിയിലെ പള്ളിയായി. ഭൂമിയിലെ പള്ളിയിൽ ആരാധന സമൂഹം ഒരുമിച്ചുകൂടി ഈശോയുടെ പ്രതീകമായിട്ടുള്ള ഈ പള്ളിയിൽ, പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടുള്ള ഈ പള്ളിയിൽ ഈശോയെ പാടി സ്തുതിക്കുകയാണ്, അവിടത്തേക്ക് ആരാധന അർപ്പിക്കുകയാണ്. അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മൾ വിശദീകരിക്കപ്പെടുകയും ചെയ്യുകയാണ്. ആരാധനയുടെ എല്ലാ ലക്ഷ്യവും അത് തന്നെയാണ്. നമ്മൾ ദൈവത്തെ പാടി പോയിട്ടുന്നു.
അതുവഴി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. അത് ഭൂമിയിലെ കാര്യം. ഇനി ഈ പുസ്തകത്തിൽ ഒരു വഴിയെ കൂടി പറയുന്നത് ഹിഡൻ ചർച്ച്, മറഞ്ഞിരിക്കുന്ന പള്ളി. ഏതാണ് മറഞ്ഞിരിക്കുന്ന പള്ളി? അതാണ് ശ്രീലാ സൂചിപ്പിച്ച ഉള്ളിലെ പള്ളി. ഈ ഉള്ളിലെ പള്ളിയുടെ അൾത്താര ഹൃദയമാകുന്ന അൾത്താരയിൽ തമ്പുരാന്റെ സാന്നിധ്യം അനുഭവിച്ച് ഈശോയോട് കൂടെ ജീവിക്കുന്ന അനുഭവമാണ് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നിങ്ങളെ അനാഥരായി വിടുകയില്ല. വലിയ സ്നേഹമാണ്. കണ്ടോ, അമ്മ കുഞ്ഞിനെ കൂടി പുറത്തേക്ക് ഇറങ്ങി. ആ കുഞ്ഞിനോടുള്ള വലിയ സ്നേഹമാണ്. കാരണം അത്രമാത്രം കുഞ്ഞിനെ സ്നേഹിക്കുന്നു. അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായിട്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് സദാ അവിടുന്ന് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ആത്മാവിന്റെ ശക്തിയാൽ നമ്മളെ ബലപ്പെടുത്തുകയാണ്. ഈ ഒരു കാര്യം അറിഞ്ഞ ശ്രീക പറഞ്ഞു, എന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൽ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ദൂരെ യാത്ര പോവുകയാണെങ്കിൽ നിങ്ങളുടെ അപ്പനമ്മയും നിങ്ങൾ നേഴ്സിങ്ങിനൊക്കെ പഠിക്കാൻ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ അവരുടെ കൂടെ ആക്കി ക്ലാസ്സിൽ കൂടെ കയറ്റി ഇതിൽ ഒരാൾ അങ്ങനെ കൂടി. കാരണം നിങ്ങളെക്കുറിച്ച് അത്രമാത്രം ചിന്തയും ജാഗ്രതയും സ്നേഹവും നിങ്ങളോടുണ്ട്. അതുകൊണ്ടാണ് ഇതിനേക്കാൾ അധികമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മുടെ ഉള്ളിൽ തന്നെ ആത്മാവിനെ നൽകിയിട്ട് ആത്മാവിന്റെ ശക്തിയാൽ പ്രചോദനത്താൽ തിന്മയുടെ ലോകത്തിൽ അല്ലാതായി ജീവിക്കുവാനുള്ള അനുഗ്രഹം നമുക്ക് തന്നിരിക്കുന്നു. വലിയ സത്യമാണ് ഈ വചനമായി നമ്മൾ കേട്ടത്. ഇത് നമ്മുടെ ഹൃദയത്തിൽ അനുഭവിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഈശോയെ സാക്ഷ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഈശോ കണ്ടതുപോലെ, ഈശോ കേട്ടതുപോലെ, ഈശോ കണ്ടതുപോലെ, ഈശോ സംസാരിച്ചതുപോലെ, ഈശോയെ ആദരിച്ചതുപോലെ ഈശോയോട് കൂടെ പ്രവർത്തിക്കാനുള്ള ദൈവകൃപ നമുക്ക് ലഭിക്കണം. ഈ വചനം ശ്രമിച്ച നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആലയങ്ങളാണെന്ന ബോധ്യത്തോടുകൂടി ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ആത്മാവിന്റെ അനുഭവം തുറന്നുകൊണ്ട് തിന്മയുടെ ലോകത്തെ പരിപൂർണമായി പരിവർത്തിച്ച് നിനക്ക് സാക്ഷി നൽകുവാൻ കണ്ടവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കുവാൻ നീ കൃപയായിരിക്കണമേ എന്ന് നമുക്ക് ഈശോയോട്